വീഡിയോ എടുക്കട്ടെ. നമ്മൾ സാലിയുടെ എന്തുവാ മിനി ഫാനാണോ കയ്യിൽ? ബേസിൻ്റെ ആണോ? ബേബിയുടെ കയ്യിൽ എന്തുവാ? Hey everyone, welcome to Handcrafty. I know it took a long time for me to edit this video and upload here. അങ്ങനെ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എവിടെ വീഡിയോ. സോ ഫൈനലി ഐ ഗോട്ട് സം ടൈം ആൻഡ് എഡിറ്റ് ദിസ്. ഞാൻ അങ്ങനെ മലപ്പുറം പോയത് അഫിയോടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സോ അവിടെ അവളുടെ സ്റ്റുഡൻസിന് ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് 2 days ഞാൻ മലപ്പുറം പോയത് തന്നെ. അപ്പോൾ സെക്കൻഡ് ഡേ വന്നിട്ട് വി തോട്ട് ഓഫ് സീയിങ് സമൺ ലൈക്ക് ദാറ്റ്സ് സാലിഹ. നമ്മളുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പാലക്കാട് പോകാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ആൻഡ് ഇഹാനും നമ്മളോട് റിവ്യൂ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്നെ നാണം കെടുത്തിയെന്നേ. അവിടെ പിള്ളേരുടെയൊക്കെ മുമ്പ് വെച്ചിട്ട് ബീഷേ ബാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ബിക്കോസ് നമ്മൾ നോർമലി ഇപ്പം റിവ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടി ജൂറേഴ്സൊക്കെ വരുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കും ജൂറിന്. എന്നെയും പേടിച്ചു. പക്ഷെ കാര്യമൊന്നുമില്ല. കുട്ടികളിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ലൈക്ക് ഐ എം നോട്ട് സമൺ ലൈക്ക് ദാറ്റ്. ഞാൻ അത്ര ഇതാക്കിയിട്ടുള്ള ഒരാളൊന്നുമില്ല. ഞാൻ കാമായിട്ടെല്ലാം കേട്ടു, പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അഫീ നമുക്കവിടെ അവർ ചെയ്തേക്കുന്ന വർക്കൊക്കെ കാണിച്ചു തന്നു. ഇടയ്ക്ക് അവർ ഫർണിച്ചർ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്നത്. ഇൻറ്റീരിയർ ഡിസൈനാണ് കേട്ടോ ഈ സ്റ്റുഡൻസ് വന്നിട്ട്. അങ്ങനെ അവരുടെ വർക്ക്സൊക്കെ കണ്ടു. സോ ഇറ്റ് റിമൈൻഡഡ് മീ ഓഫ് അവർ കോളേജ് ഡേയ്സ്. നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ ചെയ്ത വർക്ക്സ് എല്ലാം ഓർമ്മ വന്നത്. ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മിക്ക ഫ്രണ്ട്സിനും എൻ്റെ ഫ്രണ്ട്സിനും അല്ലാതെ ഓർമ്മ വരും. ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ് ടൈം. ഒക്കെ വെച്ചിട്ടുള്ള പാറ്റേൺസ് ഒക്കെ ഒരു ഇൻറ്റീരിയർ സ്പേസ് മോഡൽ റൂമാണ്. അങ്ങനെ റിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇൻട്രാക്ഷനും കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. സ്ട്രേറ്റ് ഒരു പാലക്കാട് ബസ്സിൽ കയറി. ബസ് യാത്ര നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ കാണുന്ന മൗണ്ടൻസ് ഒക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് പാലക്കാട് ബോർഡറൊക്കെ കയറുമ്പോൾ. സോ നല്ല ഒരു യാത്രയായിരുന്നു. എനിക്കിവിടെ മണ്ണാർക്കാട് കല്ലടിക്കോട് എന്നുള്ള സ്ഥലം മാത്രമേ ഇപ്പോൾ എനിക്ക് ഓർമ്മയുള്ളൂ പാലക്കാട് പറയുമ്പോൾ. ആൻഡ് PCM മെഡിക്കൽ സെൻറ്റർ അവിടെയാണ് സാലി ഉള്ളത്. അതിന് ഇക്ക അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം സാലിയും ഇക്ക അവിടെയാണുള്ളത്. സ്ഥലത്തെത്തിയിട്ടുണ്ട്. PCM മെഡിക്കൽ സെൻറ്റർ ഇവിടെയാണ് ഇക്ക വർക്ക് ചെയ്യണത്. സാലി ഇവിടെ ഉണ്ട്. ഇവിടെ സാലി ഹലോ ഗൈസ്. ഇതാരാണ്? ബേബി അനങ്ങാതിരിക്കല്ലേ? ഹായ് ഗൈസ്, ഞങ്ങളിപ്പോ സാലിയുടെ വീട്ടിലാണുള്ളത്. ഞങ്ങള് നമ്മള് സാലിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സാലി അതെ സാലി വിഹാൻ നമ്മള് ഫുഡൊക്കെ കഴിച്ച് അല്ല സാലി ഉണ്ടാക്കിയ മതിയല്ല. ഓ നമ്മൾ ഇവിടെ ഹോസ്പിറ്റൽ റിനോവേഷനൊക്കെ ഇനി ഇവിടുത്തെ ഹോസ്പിറ്റൽ റിനോവേഷൻ നടക്കുക. PCM അല്ലേ? PCM മെഡിക്കൽ സെൻ്ററാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ. അതെ, അങ്ങനെ മൊത്തത്തിൽ വ്ളോഗ് മൊത്തത്തിൽ ഹോസ്പിറ്റൽ വ്ളോഗാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പോൾ തിരിച്ച് പെരിന്തൽമണ്ണയ്ക്ക് പോവുകയാണ്. അവിടെ നിന്ന് മൗസിന്ന് അവിൽ മിൽക്ക് കുടിക്കണം. നമ്മൾ ഇപ്പോഴേ വിളിക്കണ്ടല്ലോ.
അതെ, ഏതാ സ്റ്റോപ്പ്? കോഴിക്കോട്. നമുക്ക് ഓട്ടോയ്ക്ക് പോവാം. നിനക്കും ചോക്കി ഇഷ്ടമായിരുന്നോ? അങ്ങനെ സാലിനോടും ഇക്കനോടും പാലക്കാട്ടിൽ ഒരു ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് പെരിന്തൽമണ്ണയ്ക്ക്. എനിക്ക് അന്ന് രാത്രി തന്നെ തിരിച്ചുള്ള ട്രെയിനുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രസമുണ്ടെടി. ഇങ്ങനെ ഇതുപോലെ ഇരിക്കുന്നു. ബസ് വരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് പെരിന്തൽമണ്ണ എത്തി. വന്നിട്ട് നേരെ നമ്മൾ മൗസിലാണ് പോയത് അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇഹാൻ്റെ ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ 3 years ബാക്ക് ഞാൻ മുന്നേ വന്നിട്ടുണ്ടപ്പോഴും ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിന് ആ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് ഷിലു ഞാൻ അഫിയാണ് വന്നത്. അങ്ങനെ ഒന്നും കൂടെ വന്നു. അത് കഴിച്ചിട്ട് എന്നാലും ട്രിവാൻഡ്രത്തോട്ട് പോകുള്ളൂ എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. BS-ലെ പൊന്നു ഉമ്മ കൊടുക്ക്. BS-ന് നമുക്ക് BS-ന്റെ കൂടെ ലുലു പോണ്ടേ? ബുക്ക് മേടിച്ചു തരാം. പിന്നെ ഫണ്ടൂരെ കൊണ്ടുപോവാം. ഫണ്ടൂരെ പോണ്ടേ? അങ്ങനെ ഹാനു പോയി. അയ്യോ പാവം, ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. പണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഫുൾ റെനോവേഷൻ നടക്കുമായിരുന്നു. ഞാനും ഷിലുവും അഫിയാണ് വന്നത്. അത് ഈ ഹാനൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒരു 3 years ബാക്ക്. മോർ ദാൻ 3 years ബാക്ക് ആക്ച്വലി. അപ്പോൾ ഇത് വലിയ സ്ഥലമാണ്. അങ്ങനെ എൻ്റെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുവാണ്. ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകുമായിരുന്നു. ഈ 2 ദിവസം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ദിവസമാണ്. കുറേ നാൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നപ്പോഴത്തേക്കും ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഫൗണ്ട് മൈസെൽഫ്. റെയിൽവേ സ്റ്റേഷനിൽ ബി എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ റിഗാർഡിങ് ദിസ് ട്രിപ്പ് പറഞ്ഞാൽ ഇറ്റ് വാസ് സംതിങ് അമേസിങ്. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഹാനുമായിട്ടൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. പിന്നെ ഇതുപോലുള്ള ഫ്രണ്ട്സ് നമ്മുടെയൊക്കെ ലൈഫിലുള്ളത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. താങ്ക് യു ഫോർ ബീയിങ് ഇൻ മൈ ലൈഫ്. എൻ്റെ ബാക്കി ഫ്രണ്ട്സിനെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻഡ് ക്രാഫ്റ്റി.